നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യൻ വിപണി തിരിച്ചുവരവിന്റെ പാതയിലെന്ന് വാൾ സ്ട്രീറ്റ് പ്രവചനം. നിക്ഷേപകർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിക്ഷേപത്തിൽ നിന്ന് പിന്മാറാൻ സാധ്യത. ഇന്ത്യയുടെ വളർച്ചാ അനുമാനം 7% ഉയർത്തി ക്രിസിൽ. റേറ്റിംഗ് ഉയർത്താൻ കാരണം പ്രതീക്ഷിച്ചതിലും വലിയ രണ്ടാം പാദ GDP ഡാറ്റ പുറത്തുവന്നത്. പുതിയ വാരം വിപണിയെ സ്വാധീനിക്കുക GDP പാദഫലമെന്ന് വിദഗ്ധർ. വിദേശ നിക്ഷേപകരുടെ നീക്കം വിപണിയുടെ ഗതി നിർണ്ണയിക്കും. ഇടിവിലും എക്കാലത്തെയും ഉയർന്ന റെക്കോർഡിനടുത്ത് രാജ്യത്തെ വിദേശ നാണ്യശേഖരം. വിദേശ കറൻസി ആസ്തികളിലും സ്വർണ്ണ ശേഖരങ്ങളിലുമുണ്ടായ കുറവും കരുതൽ ശേഖരത്തെ ബാധിച്ചു. കലൂർ സ്റ്റേഡിയത്തിലെ കോടികൾ ചെലവിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അങ്ങനെ പാതി വഴിയിലായി. സ്റ്റേഡിയത്തിനുള്ളിലെ പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായെന്ന് GCDA അവകാശപ്പെടുമ്പോഴും അത് എത്ര മാത്രമെന്നതിലും ഉറപ്പില്ല. വാഗ്ദാനങ്ങൾ പാതി വഴിയിൽ. നവീകരണം പൂർത്തിയാക്കാതെ കലൂർ സ്റ്റേഡിയം സ്പോൺസർ GCDAക്ക് തിരിച്ചു നൽകി. പൂർത്തിയായത് 70% സീറ്റിംഗ് ജോലികൾ മാത്രം. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ വിപണി തിരിച്ചുവരവിന്റെ പാതയിലെന്ന് വാൾ സ്ട്രീറ്റ് ഭീമന്മാരുടെ പ്രവചനം. നിക്ഷേപകർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിക്ഷേപത്തിൽ നിന്ന് പിന്മാറാൻ സാധ്യതയെന്നും റിപ്പോർട്ട്. പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച ഒരു വർഷമാണ് ഇന്ത്യൻ വിപണിയിൽ അവസാനിക്കുന്നത്. വരുമാന ഇടിവിന്റെ സൈക്കിൾ ഏറെക്കുറെ അവസാനിച്ചു. സമീപകാല നയപരമായ നടപടികൾ, പലിശ നിരക്ക് കുറയ്ക്കലുകൾ, GST പരിഷ്കരണം എന്നിവ ഉപഭോഗത്തിലൂടെയും ക്രെഡിറ്റിലൂടെയും വിപണിയിൽ എത്തുന്നുണ്ട്. അതിനാൽ 2026 ഒരു തിരിച്ചുവരവ് ഏറെക്കുറെ ഉറപ്പാണെന്നാണ് വാൾ സ്ട്രീറ്റ് ഏജൻസികൾ വ്യക്തമാക്കുന്നത്. മോർഗൻ സ്റ്റാൻലി, സിറ്റി ഗ്രൂപ്പ്, ഗോൾഡ്മാൻ സാക്സ് തുടങ്ങിയ വമ്പന്മാർ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുത്തിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രേഡിൽ നിന്നുള്ള റൊട്ടേഷൻ സാധ്യതയാണ് ഇവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. CLSA ചീഫ് ഗ്ലോബൽ ഇക്വിറ്റി സ്ട്രാറ്റജിസ്റ്റ് അലക്സാണ്ടർ റെഡ്മാൻ നിരീക്ഷിക്കുന്നത് അടുത്ത വർഷം ആദ്യ പകുതിയിൽ AI ട്രേഡിന് ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. ഇത് ഇന്ത്യയെ കൂടുതൽ ആകർഷകമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. രാജ്യത്തെ പ്രമുഖ 100 കമ്പനികൾ എടുത്താൽ അവയുടെ ലാഭം സെപ്റ്റംബർ പാദത്തിൽ 12% വർദ്ധിച്ചു. ഇത് പ്രതീക്ഷിച്ചതിലും അല്പം കൂടുതലായിരുന്നുവെന്നും ഏജൻസികൾ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിൽ ഇടിവിലാണെങ്കിലും ഏഷ്യൻ വിപണിയിൽ തിരിച്ചുവരാൻ സാധ്യതയുള്ള കറൻസിയായി ING ബാങ്ക് കാണുന്നത് രൂപയെയാണ്. പിക്ഡെറ്റ് അസറ്റ് മാനേജ്മെന്റിലെ പ്രശാന്ത് കോത്താരി 2026 വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിലേക്ക് തിരികെ എത്തുമെന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ, നിക്ഷേപങ്ങൾ കുറവാണെങ്കിലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ പ്രതീക്ഷിച്ചതിലും മികച്ച നിലയിൽ തുടരുന്നു. മികച്ച പ്രവചനവുമായി വാൾ സ്ട്രീറ്റിലെ ഭീമന്മാർ മുന്നോട്ട് വരുമ്പോൾ ഇന്ത്യൻ വിപണി അടുത്ത വർഷം വലിയ കുതിപ്പിന് ഒരുങ്ങുന്നു എന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ വളർച്ചാ അനുമാനം 7% ഉയർത്തി ക്രിസിൽ. പ്രതീക്ഷിച്ചതിലും വലിയ രണ്ടാം പാദ GDP ഡാറ്റ പുറത്തുവന്നതാണ് റേറ്റിംഗ് ഉയർത്തിയതിന് കാരണമെന്ന് വിശദീകരണം. 6.5% നിന്ന് നേരിട്ട് 7%ത്തിലേക്കാണ് GDP പ്രവചനം ഉയർത്തിയത്. രണ്ടാം പാദത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ GDP വളർച്ച 8.2%-ത്തിലെത്തി. ഇത് അമ്പരപ്പിക്കുന്ന വളർച്ചയാണെന്നാണ് ക്രിസിലിന്റെ മുഖ്യ സാമ്പത്തിക വിദഗ്ധനായ ധർമ്മകീർത്തി ജോഷി പറയുന്നത്. അതേസമയം പണപ്പെരുപ്പം കുറഞ്ഞത് കാരണം നോമിനൽ GDP വളർച്ച 8.7% എന്ന മിതമായ നിരക്കിലാണ് രേഖപ്പെടുത്തിയത്. ഭക്ഷ്യവസ്തുക്കളുടെ പണപ്പെരുപ്പം കുറഞ്ഞത് രാജ്യത്തെ സ്വകാര്യ ഉപഭോഗം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. ഇതാണ് ഈ വളർച്ചയുടെ ചാലകശക്തി. GST നിരക്കുകളിലെ മാറ്റം, കുറഞ്ഞ ആദായ നികുതി, കൂടാതെ റിപ്പോ നിരക്ക് കുറച്ചതുമെല്ലാം കരുത്താണ്. നിർമ്മാണ സേവന മേഖലകളിലെ വളർച്ചയിൽ വലിയ വർധനവും അനുകൂല ഘടകവുമാണ്. ചുരുക്കത്തിൽ, ഉപഭോഗം ശക്തമാകുന്നതും നിർമ്മാണ സേവനം എന്നീ മേഖലകളിലെ കുതിച്ചുചാട്ടവുമാണ് ഇന്ത്യയെ 7% വളർച്ചയിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങളെന്നാണ് ക്രിസിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതിയ വാരം വിപണിയെ സ്വാധീനിക്കുക GDP പാദഫലമെന്ന് വിദഗ്ധർ. വിദേശ നിക്ഷേപകരുടെ നീക്കം വിപണിയുടെ ഗതി നിർണ്ണയിക്കും. S&P മാനുഫാക്ചറിംഗ് സർവീസസ് PMI ഡേറ്റകളിലായിരിക്കും ആഗോള നിക്ഷേപകരുടെ ശ്രദ്ധ.
ഒപ്പം ഇന്ത്യയുടെ പുതിയ GDP കണക്ക് ആഗോളതലത്തിൽ ബ്രോക്കറേജുകളെ അടക്കം ഞെട്ടിച്ചിട്ടുണ്ട്. ഇതോടെ വിദേശ നിക്ഷേപകരുടെ തിരിച്ചുവരവുണ്ടായേക്കാമെന്നാണ് വിലയിരുത്തൽ. ഡിസംബർ 5-ന് RBIയുടെ ധനനയ പ്രഖ്യാപനമുണ്ടാവും. റിപ്പോ നിരക്ക് കുറച്ചാൽ അത് വിപണിക്ക് കൂടുതൽ ഉത്തേജനമാകുമെന്നും അനലിസ്റ്റുകൾ പറയുന്നു. പണപ്പെരുപ്പം സംബന്ധിച്ച RBIയുടെ നിലപാട് നിക്ഷേപകർ ശ്രദ്ധിക്കും. RBIയുടെ തീരുമാനം വിപണിക്ക് ഒരു നിർണായക ട്രിഗറാകുമെന്നാണ് സ്വാസ്തിക ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡിലെ പ്രവേശ് ഗോർ പറയുന്നത്. ഒക്ടോബറിലെ വ്യാവസായിക ഉൽപാദന കണക്കുകൾ ഡിസംബർ 1-ന് പുറത്തിറങ്ങും. ഇത് രാജ്യത്തെ വ്യാവസായിക പ്രവർത്തനങ്ങളുടെ നിലവിലെ ശക്തി വ്യക്തമാക്കും. നവംബർ മാസത്തെ വാഹന വിൽപ്പനയുടെ കണക്കുകളും തിങ്കളാഴ്ച പുറത്തുവരുന്നുണ്ട്. ഇത് ഓട്ടോ സെക്ടറിൽ നിർണായകമായിരിക്കും. കാരണം GST നിരക്ക് കുറച്ചതിന് ശേഷമുള്ള സെക്ടറിന്റെ വീണ്ടെടുക്കൽ നിലനിൽക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ സൂചനയായിരിക്കും ഈ ഡേറ്റയെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇടിഞ്ഞിട്ടും എക്കാലത്തെയും ഉയർന്ന റെക്കോർഡിനടുത്ത് തുടർന്ന് രാജ്യത്തെ വിദേശ നാണ്യശേഖരം. വിദേശ കറൻസി ആസ്തികളിലും സ്വർണ്ണ ശേഖരത്തിലുമുണ്ടായ കുറവാണ് മൊത്തം കരുതൽ ശേഖരത്തെ ബാധിച്ചത്. നവംബർ 21-ന് അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ വിദേശ നാണ്യശേഖരം $4.472 ബില്യൺ കുറഞ്ഞെന്നാണ് റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട്. ഇതോടെ ആകെ വിദേശ നാണ്യശേഖരം $688.104 ബില്യൺ അതേസമയം 2024 സെപ്റ്റംബറിൽ സ്ഥാപിച്ച എക്കാലത്തെയും ഉയർന്ന റെക്കോർഡായ $704.89 ബില്യൺ അടുത്താണ് ഇപ്പോഴും ഇന്ത്യയുടെ കരുതൽ ശേഖരം നിലകൊള്ളുന്നത്. ഫോറസ്റ്റ് ശേഖരത്തിലെ ഏറ്റവും വലിയ ഭാഗമായ FCA $1.69 ബില്യൺ കുറഞ്ഞ് $560.6 ബില്യൺ ആയി. സ്വർണ്ണ കരുതൽ ശേഖരം മുൻ ആഴ്ചയേക്കാൾ $2.675 ബില്യൺ കുറഞ്ഞ് $104.182 ബില്യൺ ഡോളറിലെത്തി. രൂപയുടെ സ്ഥിരത നിലനിർത്താനുള്ള RBIയുടെ ശ്രമങ്ങളും ആഗോള വിപണിയിലെ സ്വർണത്തിന്റെ മൂല്യമാറ്റവുമാണ് ഈ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണം. അതേസമയം വിദേശ നാണ്യശേഖരം ഇപ്പോഴും സുരക്ഷിതമായ നിലയിലാണെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നവീകരണ ജോലികൾ പൂർത്തിയാക്കാതെ കലൂർ സ്റ്റേഡിയം സ്പോൺസർ GCDAക്ക് കൈമാറി. നവംബർ 30-നുള്ളിൽ സ്റ്റേഡിയം നവീകരിച്ച് കൈമാറുമെന്നായിരുന്നു സ്പോൺസറുടെ വാഗ്ദാനം. നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്പോൺസർക്ക് സമയം അനുവദിക്കുന്നതിനൊപ്പം GCDAയും നവീകരണ പ്രവർത്തനം നടത്തുമെന്നാണ് വിവരം. കലൂർ സ്റ്റേഡിയത്തിലെ കോടികൾ ചെലവിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അങ്ങനെ പാതി വഴിയിലായി. സ്റ്റേഡിയത്തിനുള്ളിലെ പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായെന്ന് GCDA അവകാശപ്പെടുമ്പോഴും അത് എത്ര മാത്രമെന്നതിലും ഉറപ്പില്ല. പ്രവേശന കവാടം, പാർക്കിംഗ് ഏരിയ, ചുറ്റുമതിൽ എന്നിവിടങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. സെപ്റ്റംബർ 26 മുതൽ നവംബർ 30 വരെ സ്പോൺസറും സ്പോർട്സ് കൗൺസിൽ ഓഫ് കേരളയും GCDAയും തമ്മിലായിരുന്നു കരാർ നിലനിന്നിരുന്നത്. 70 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി സ്റ്റേഡിയം കൈമാറണമെന്നായിരുന്നു ധാരണ. നവംബർ 30-നകം പണികൾ പൂർത്തിയാക്കുമെന്നായിരുന്നു സ്പോൺസറുടെ ഉറപ്പ്. എന്നാൽ നിർണായകമായ പല പണികളും ഇനിയും പൂർത്തിയാക്കാതെയാണ് സ്റ്റേഡിയം കൈമാറിയത്. പ്രവേശന കവാടം, പാർക്കിംഗ് ഏരിയ, ചുറ്റുമതിൽ എന്നിവയെല്ലാം പാതി വഴിയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റിംഗ് ജോലികൾ 70% മാത്രമാണ് പൂർത്തിയായത്. സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര നവീകരണ ജോലികളും മുടങ്ങി. അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തുന്നു എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു സ്റ്റേഡിയം കൈമാറിയത്. എന്നാൽ അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തില്ലെന്ന് ഒക്ടോബറിൽ വ്യക്തമായി. സ്റ്റേഡിയം നവീകരണം ആരംഭിച്ചതു മുതൽ തന്നെ കരാറുകളും നിയമപരമായ സാധുതയുമില്ലാതെയാണ് കാര്യങ്ങൾ നടന്നതെന്ന ഗുരുതര ആരോപണങ്ങളുണ്ടായിരുന്നു. GCDA, സ്പോർട്സ് കൗൺസിൽ, സ്പോൺസർ എന്നിവർ തമ്മിൽ നവംബർ 30 വരെ ത്രികക്ഷി കരാർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിയമപരമായ അന്തിമ കരാറോ വ്യക്തമായ വാടക വ്യവസ്ഥകളോ സ്റ്റേഡിയം കൈമാറ്റ വ്യവസ്ഥകളോ ഉണ്ടായിരുന്നില്ല. നവീകരണത്തിന്റെ ചിലവ് സ്പോൺസർ വഹിച്ചു എന്നാണ് സർക്കാർ തലപ്പത്തുള്ളവർ ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഫ്ലഡ് ലൈറ്റ് ഉൾപ്പെടെയുള്ളവയുടെ ഫണ്ടിംഗ് ആരുടേതായിരുന്നു എന്നതിലും ആകെ ചെലവ് എത്രയാണെന്നതിലും ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. പൊതുപണം വകമാറ്റിയോ സ്പോൺസർ സ്വന്തമായി ചെലവഴിച്ചോ എന്ന ചോദ്യത്തിനും ഉത്തരമില്ല. ദുരൂഹമായ ബിസിനസ് ഡീൽ എന്ന ആരോപണത്തിന് കുറച്ചുകൂടി മൂർച്ചയേറിയിരിക്കുന്നു. നവീകരണത്തിന്റെ പേര് പറഞ്ഞ് ഗോൾ അടിക്കാൻ ഇറങ്ങിയവരൊക്കെ ഇപ്പോൾ മൗനത്തിലുമാണ്.
ക്യാമറമാൻ ഗോവിന്ദിനൊപ്പം ഷീനരാജ്, മൈഫിൻ TV. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ വിപണി തിരിച്ചുവരവിന്റെ പാതയിലെന്ന് വാൾ സ്ട്രീറ്റ് പ്രവചനം. നിക്ഷേപകർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിക്ഷേപത്തിൽ നിന്ന് പിന്മാറാൻ സാധ്യത. ഇന്ത്യയുടെ വളർച്ചാ അനുമാനം 7% ഉയർത്തി ക്രിസിൽ. റേറ്റിംഗ് ഉയർത്താൻ കാരണം പ്രതീക്ഷിച്ചതിലും വലിയ രണ്ടാം പാദ GDP ഡാറ്റ പുറത്തുവന്നത്. പുതിയ വാരം വിപണിയെ സ്വാധീനിക്കുക GDP പാദഫലമെന്ന് വിദഗ്ധർ. വിദേശ നിക്ഷേപകരുടെ നീക്കം വിപണിയുടെ ഗതി നിർണ്ണയിക്കും. ഇടിവിലും എക്കാലത്തെയും ഉയർന്ന റെക്കോർഡിനടുത്ത് രാജ്യത്തെ വിദേശ നാണ്യശേഖരം. വിദേശ കറൻസി ആസ്തികളിലും സ്വർണ്ണ ശേഖരങ്ങളിലുമുണ്ടായ കുറവും കരുതൽ ശേഖരത്തെ ബാധിച്ചു. കലൂർ സ്റ്റേഡിയത്തിലെ കോടികൾ ചെലവിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അങ്ങനെ പാതി വഴിയിലായി. സ്റ്റേഡിയത്തിനുള്ളിലെ പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായെന്ന് GCDA അവകാശപ്പെടുമ്പോഴും അത് എത്ര മാത്രമെന്നതിലും ഉറപ്പില്ല. വാഗ്ദാനങ്ങൾ പാതി വഴിയിൽ. നവീകരണം പൂർത്തിയാക്കാതെ കലൂർ സ്റ്റേഡിയം സ്പോൺസർ GCDAക്ക് തിരിച്ചു നൽകി. പൂർത്തിയായത് 70% സീറ്റിംഗ് ജോലികൾ മാത്രം. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.